റിസർച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു ചർച്ചയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം ഉദ്ദേശിക്കുന്നത്. അതിൽ ആധുനിക മുഫസ്സിറാത്തുകൾ ഖുർആൻ വായിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ബഹുമാനപ്പെട്ട നിയാസ് ഉസ്താദ് ഇവിടെ അവതരിപ്പിക്കും. അതിനു മുമ്പ് ചെറിയൊരു ആമുഖം ഇതുമായി ബന്ധപ്പെട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതിയിലുള്ള വായനകൾ തഫ്സീർ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമായതുകൊണ്ട് തന്നെ ആ കലാമിനെ ഏത് രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളും ഭാഷയുമാണ് ഖുർആനിലുള്ളത്. പക്ഷേ തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാനുള്ള ഒരു അനുമതി അതല്ലെങ്കിൽ സമ്മതം അള്ളാഹുവോ അതല്ലെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ നമുക്ക് നൽകിയിട്ടില്ല. ഖുർആനിനെ വ്യാഖ്യാനം എഴുതുമ്പോൾ കൃത്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ, അതും ഇസ്ലാമിൻ്റെ ഉസൂലിനോട് എതിരാകാത്ത രൂപത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ വ്യത്യസ്ത രീതിയിലുള്ള തഫ്സീറുകൾ ലോകത്ത് നിലവിൽ വന്നതായി നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ട, ഉദാഹരണമായി ഫിഖ്ഹിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഖുർആനിൻ്റെ ഭാഷാ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഖുർആനിലെ വ്യാകരണ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരും അവരവരുടെ മേഖലയിൽ നിന്ന് ഖുർആനിനെ നോക്കിക്കാണുകയും ഖുർആനിന് വ്യാഖ്യാനം നൽകുകയും ചെയ്യുന്ന ഒരു രീതി പരമ്പരാഗതമായി നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രധാനമായും ഒരു സംശയം ഉദിക്കുന്നത്, മുഫസ്സിറുകൾ അതല്ലെങ്കിൽ തബഖാത്തുൽ മുഫസ്സിരീൻ, അൽ മുഫസ്സിറൂൻ, ഇങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ തഫ്സീറുകൾ മാത്രമാണല്ലോ ലോകത്ത് നിലനിൽക്കുന്നത് എന്ന ഒരു സംശയം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ശുബ്ഹത്ത്, ഒരു ആരോപണം ലോകത്ത് പൊതുവെ നിലനിൽക്കുന്നുണ്ട്. തബഖാത്തുൽ മുഫസ്സിരീൻ എന്ന പേരിൽ ധാരാളം കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ തബഖാത്തുൽ മുഫസ്സിറാത്ത് എന്ന പേരിൽ സ്ത്രീകൾ വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതുന്ന ഒരു രീതി, അതല്ലെങ്കിൽ അവരുടെ ക്രോഡീകരിക്കപ്പെട്ട വ്യാഖ്യാനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഖുർആൻ വായനയിൽ ഒരു പുരുഷ കേന്ദ്രീകൃത വായന നടന്നിട്ടില്ലേ എന്ന രീതിയിലുള്ള ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ആ മേഖലയിലുള്ള രചനകളും ഒക്കെ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് നാം നോക്കുമ്പോൾ ആലിമത്തുകളായ, ഖുർആൻ അറിയുന്ന, ഹദീസ് അറിയുന്ന, ഫിഖ് അറിയുന്ന, ദീനിൻ്റെ മറ്റു വിജ്ഞാന ശാഖകളിൽ കഴിവ് തെളിയിച്ച ധാരാളം പണ്ഡിതകൾ ലോകത്തുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും രചനാ മേഖലയിലേക്ക് കടന്നു വന്നതായി പൊതുവെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപൂർവം ചില ആളുകളാണ് രചനാ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഇവിടെ സ്വാഭാവികമായും ചിലരൊക്കെ പറയുന്നത് പോലെ സ്ത്രീകളെ രചനാ മേഖലയിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടോ അല്ല തദ്വീനിൻ്റെ മേഖലയിലോ തസ്നീഫിൻ്റെ മേഖലയിലോ അവരെ പിറകോട്ട് പോയത്. മറിച്ച് ഇസ്ലാം സ്ത്രീകൾക്കും അതേപോലെ പുരുഷന്മാർക്കും നൽകുന്ന ചില ഉത്തരവാദിത്വങ്ങളും അതേപോലെ ഡ്യൂട്ടികളും ഒക്കെ ഉണ്ട്. അവിടെ പ്രധാനമായും ഒരു കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങൾ
പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ രണ്ട് രീതിയിലാണ് മുസ്ലിം സമുദായം പണ്ട് മുതലേ വീതിച്ച് നൽകിയിട്ടുള്ളത്. പുരുഷന്മാരാകുമ്പോൾ വീടിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നേതൃത്വം വഹിക്കാനും ആ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പുരുഷന്മാർ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവർ ജോലി ചെയ്യുന്നു. പക്ഷേ സ്ത്രീകളാകുമ്പോൾ ഏറെക്കുറെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ ഉള്ളിൽ, വീട്ടിൻ്റെ ഉള്ളിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് അവരിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും രചനാ മേഖലയിലേക്ക് പ്രവേശിക്കുക എന്നത് അവർക്കൊരു ദുഷ്കരമായ കാര്യമായതുകൊണ്ടാണ് പഴയ ഒരു സാമൂഹികാവസ്ഥയിൽ സ്ത്രീ വിഭാഗങ്ങളിൽ നിന്നുള്ള മുസന്നിഫാത്തുകളോ അല്ലെങ്കിൽ മുഫസ്സിറാത്തുകളോ രംഗത്ത് വരാതിരുന്നത്. അല്ലാതെ തഫ്സീർ മേഖലയിൽ കഴിവുള്ള ധാരാളം വനിതകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആയിഷ ബീവിയെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. അത് കേവലം എക്സെപ്ഷണൽ കേസുകൾ മാത്രമല്ല. ആയിഷ ബീവിയും അതേപോലെ താബിഈങ്ങളിലും താബിഈങ്ങളിലും ഒക്കെ പിന്നെ തഫ്സീറിൽ അഗാധ പാണ്ഡിത്യമുള്ള വനിതകൾ ഉണ്ടായിരുന്നു. അപ്പോ അവര് തഫ്സീർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലി നിലവിലുണ്ടായിരുന്നെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എന്ന രീതിയിൽ എഴുതുന്ന ഒരു രീതി പൊതുവെ അന്നുണ്ടായിരുന്നില്ല. അത് ലോകത്തിന്റെ മൊത്തം ചരിത്രം നമ്മൾ പരിശോധിച്ചാലും ഓരോ കാലഘട്ടത്തിലെ സാമൂഹികാവസ്ഥക്കനുസരിച്ചാണ് പിന്നെ രചനാ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. ഉദാഹരണമായി ഹിജ്റ ഒരു 300 വരെ നമ്മൾ രചിക്കപ്പെട്ട ആദ്യ തഫ്സീർ എന്ന് പറയപ്പെടുന്നത് തന്നെ തഫ്സീർ തൊബരിയാണ്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു തദ്വീനിന്റെ തുടക്കമാണ് നടന്നത്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും തദ്വീൻ എന്നത് കൂടുതലായി അന്ന് നടന്നിരുന്നില്ല. എന്ന് വെച്ച് പുരുഷന്മാർ തഫ്സീറിന്റെ മേഖലയിൽ പിറകോട്ടാണെന്നോ അതല്ലെങ്കിൽ അവര് അറിവില്ലാത്തവരാണെന്നോ അതിനർത്ഥമില്ല. അന്നത്തെ ഒരു സാമൂഹികാവസ്ഥ അതായിരുന്നു. നബിതങ്ങളുടെ കാലശേഷം ഖുലഫാക്കളുടെ കാലഘട്ടമൊക്കെ പരിശോധിച്ചാൽ, സിദ്ദീഖുൽ അക്ബർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയൊക്കെ കാലഘട്ടം പരിശോധിച്ചാൽ അവരൊക്കെ രചനകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. രചനകളിൽ പിറകിലായി എന്ന് വെച്ച് അവര് അറിവിൽ പിറകിലാണെന്നോ അവർക്ക് ആ വിഷയത്തിൽ അവഗാഹമില്ലെന്നോ അതിനർത്ഥമില്ല. അവരൊക്കെ പറഞ്ഞ അറിവുകൾ, അവരൊക്കെ സമൂഹത്തിന് പകർന്നു തന്ന തഫ്സീറുകളും വിവരങ്ങളുമാണ് പിൽക്കാലത്തുള്ള മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീർ രചനകളിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. ആ ക്രോഡീകരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും പുരുഷന്മാരായ മുഫസ്സിരീങ്ങളാണ് അവർക്ക് കൂടുതൽ സമയവും അതേപോലെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഗാർഹിക ഉത്തരവാദിത്വം, കുടുംബപരമായ ഉത്തരവാദിത്വം, അതൊക്കെ അവരുടേത് വീട്ടിന് പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങളായതുകൊണ്ട് തന്നെ പഠിക്കാനും അറിവ് നുകരാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കുറെ കൂടുതൽ ലഭിച്ചതുകൊണ്ട് അവർക്ക് തഫ്സീർ മേഖലയിൽ രചനകൾ ധാരാളം നിർവഹിക്കാൻ സാധിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് മറ്റു വിജ്ഞാനീയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ ആകുമ്പോൾ അതിൽ രചന നടത്തണമെങ്കിൽ തന്നെ കുറെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നമ്മൾ സാധാരണ ഒരു ലേഖനം എഴുതുന്നത് പോലെ നിമിഷ നേരം കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഖുർആന്റെ തഫ്സീർ എന്ന് പറയുന്നത്. നമ്മളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ തന്നെ പലവട്ടം അത് വെട്ടി തിരുത്തി വീണ്ടും ആവർത്തിച്ച് വായിച്ച് ഓരോ പദങ്ങൾ ഏത് വെക്കണം, ആ പദം മാറ്റി പുതിയ പദം എഴുതി, ഇങ്ങനെയൊക്കെയാണ് പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതണമെങ്കിൽ ധാരാളം തഫ്സീർ മേഖലയിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് അതിനെ തർജീഹ് ചെയ്ത് അതിൽ നിന്ന് ഏതാണ് പ്രബലമെന്ന് കണ്ടെത്തി അങ്ങനെ എഴുതുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ പൊതുവെ അന്നത്തെ ഒരു സാമൂഹികാവസ്ഥയിൽ സ്ത്രീകൾക്ക് ആ എഴുതാനുള്ള സാഹചര്യം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തഫ്സീറിന്റെ മേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാലും ചരിത്രങ്ങളിലൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ തഫ്സീറിന് ഖുർആനിന് വ്യാഖ്യാനം പറഞ്ഞ പല വനിതകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ കാലം ഇങ്ങനെ മുന്നോട്ട് പോയി പിൽക്കാലങ്ങളിൽ സാമൂഹികാവസ്ഥയും സാമൂഹിക അന്തരീക്ഷവും ഒക്കെ മാറിയതിനനുസരിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ പഠിക്കാനും അവർക്ക് എഴുതാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒത്തുവന്നു. അങ്ങനെ അവസരങ്ങൾ ഒത്തുവന്നപ്പോൾ അവര് രചനാ മേഖലയിലേക്ക് മുന്നോട്ട് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഇന്ത്യ ചരിത്രത്തിൽ സൈബുൻ നിസ എന്ന് പറയുന്ന ഔറംഗസേബ് ആലംഗീർ, ഔറംഗസേബിന്റെ മകളായിരുന്ന സൈബുൻ നിസയുടെ സൈബു തഫാസിർ എന്ന് പറയുന്ന ഒരു തഫ്സീർ പൊതുവെ നാം എല്ലാവരും പറയാറുണ്ട്. അപ്പോ അവരുടെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഖുർആൻ പഠിക്കുവാനും അതിനെ എഴുതുവാനും രചിക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം
അന്നത്തെ ആ ഒരു ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിൽ അവർക്ക് ലഭിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അതിനുശേഷം പിൽക്കാലത്ത് വന്ന പല മുഫസ്സിറാത്തുകളും സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനങ്ങൾ തീർക്കാൻ വേണ്ടി മുന്നോട്ട് വരികയുണ്ട്. ഇവിടെ തന്നെ നമുക്ക് രണ്ട് രൂപത്തിലുള്ള പിന്നെ മുഫസ്സിറാത്തുകളെ കാണാൻ പറ്റും. അത് കൂടുതലായി നിയാസ് ഉസ്താദ് ആ വിഷയവുമായി സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഖുർആനിന്റെ തഫ്സീറുകളൊക്കെ കഴിഞ്ഞ 10-14 നൂറ്റാണ്ട് പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് നടന്നിട്ടുള്ളത് എന്നും സ്ത്രീകളുടെ പല അവകാശങ്ങളും പുരുഷന്മാർ എഴുതിയത് കൊണ്ട് ഹനിക്കപ്പെട്ടിട്ടുണ്ട് എന്നും വാദിച്ച് ഖുർആനിനെ സ്ത്രീ പക്ഷത്തിൽ നിന്ന് വായിക്കണം എന്ന് വാദിക്കുന്ന മുഫസ്സിറാത്തുകൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. എന്നാൽ തഫ്സീർ എഴുതുമ്പോൾ അത് പുരുഷ കേന്ദ്രീകൃതമാണോ സ്ത്രീ കേന്ദ്രീകൃതമാണോ, അതല്ലെങ്കിൽ തഫ്സീർ റിജാലി തഫ്സീർ നിസായി ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് പകരം മനുഷ്യൻ എന്ന തലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കലാമിനെ എങ്ങനെ വായിക്കാൻ കഴിയും, അത് ഞാനൊരു പുരുഷനാണോ ഞാനൊരു സ്ത്രീയാണോ എന്ന് ആലോചിക്കുന്നതിന് പകരം ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ കലാമിനെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന സത്യങ്ങളെ എഴുതിയ മുഫസ്സിറാത്തുകളും പിൽക്കാലത്തുണ്ടായിരുന്നു. അപ്പോ നമ്മള് മുഫസ്സിറാത്തുകൾ എന്ന് പറയുമ്പോഴേക്ക് എല്ലാ സ്ത്രീ ഖുർആൻ വ്യാഖ്യാതാക്കളും ഖുർആനിനെ വികലമാക്കിയവരാണ് എന്ന് നാം ധരിക്കരുത്. ഖുർആനിൽ നിന്ന് പിന്നെ സ്ത്രീപക്ഷത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹദീസുകളും അതേപോലെ മറ്റ് തഫ്സീറുകളിൽ നിന്നുള്ള ഉദ്ധരണികളും വെച്ചുകൊണ്ട് എഴുതിയ യഥാർത്ഥ മുഫസ്സിറാത്തുകൾ തന്നെ പിൽക്കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഖുർആനിനെ ഒരു ഫെമിനിസം അല്ലെങ്കിൽ ഒരു സ്ത്രീ പക്ഷത്തിൽ നിന്ന് വായന നടത്തുകയും ഖുർആനിലെ പല ആയത്തുകൾക്കും ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നൽകപ്പെട്ട വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല, അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകണം, അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ കർമ്മശാസ്ത്രത്തിലൊക്കെ പറയുന്ന പല നിയമങ്ങളും ഭേദഗതി ചെയ്യണം, ദീനിന്റെ പല നിയമങ്ങളെയും മാറ്റി എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ദീനിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ വ്യാഖ്യാനങ്ങളും പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അത്തരം തഫ്സീറുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദീനിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളോടുള്ള അതല്ലെങ്കിൽ ഉസൂലിനോടുള്ള ഒരു ചോദ്യം ചെയ്യലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഏതായാലും പിന്നെ ഇതിലെ നിയാസ് ഉസ്താദ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ബാക്കി ഉസ്താദ് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. മുഫസ്സിറാത്ത് ഖുർആൻ വ്യാഖ്യാതാക്കളായ വനിതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഉസ്താദ് വരെ സംസാരിച്ചത്. അതിൻ്റെ ഒരു ചരിത്രപരമായ വീക്ഷണങ്ങളെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുഫസ്സിറാത്ത് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു വ്യക്തിയെ മുഫസ്സിർ എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മുഫസ്സിറത്ത് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതോടൊപ്പം തന്നെ ഖുർആൻ പൂർണ്ണമായിട്ടും വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ ഒരാൾ മുഫസ്സിർ എന്ന് പറയാൻ, അതല്ലെങ്കിൽ ഖുർആൻ ഭാഗികമായ വ്യാഖ്യാനം നടത്തിയാൽ മതിയോ? അതിന് ഖുർആൻ വ്യാഖ്യാനിക്കണം എന്നൊന്നുമില്ല, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം രചിക്കണം എന്നില്ല. ഖുർആനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ അധ്യാപന മേഖലയിൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് മുഫസ്സിർ അല്ലെങ്കിൽ വനിതയാണെങ്കിൽ മുഫസ്സിറത്ത് എന്ന് പറയുമോ എന്നതിനെ കുറിച്ച് ഗൗരവമായ ചർച്ച നടക്കേണ്ടതുണ്ട്. കാരണം മുഫസ്സിരീങ്ങളുടെ നേതാവായി പറയപ്പെടുന്ന സ്വഹാബി വര്യൻ, അതുപോലെ തന്നെ ആദ്യകാല മുഫസ്സിരീങ്ങളിൽ ഉണ്ടായിരുന്ന പല ആളുകളും പലരും ഗ്രന്ഥങ്ങൾ രചിച്ചവരായിരുന്നില്ല. പലരും വോക്കലായിട്ട് ഖുർആനികമായ കാര്യങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആളുകളായിരുന്നു. തഫ്സീർ ചരിത്രം പഠിക്കുന്നിടത്ത് തന്നെ നമ്മൾ സ്വഹാബികളുടെ കാലഘട്ടത്തിലെ തഫ്സീർ പറയുന്നിടത്ത് തന്നെ ചർച്ച ചെയ്യുന്നതാണ്.
പൂർണ്ണമായ ഖുർആനിനെ അവരൊക്കെയും തഫ്സീർ ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ. അപ്പം ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറേ നിബന്ധനകൾ ഒരു മുഫസ്സിറിനുണ്ട്. ഒരു തഫ്സീർ രചിക്കാൻ ഒരുപാട് നിബന്ധനകൾ പണ്ഡിതന്മാർ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ സമൂഹത്തിനകത്ത് മുഫസ്സിർ എന്ന് വിലയിരുത്തപ്പെടുന്ന ആളുകളൊക്കെയും പണ്ഡിതന്മാർ കിതാബുകൾ പറഞ്ഞിട്ടുള്ള ആ മാനദണ്ഡങ്ങളൊക്കെയും സമ്പൂർണമായി ഉള്ള ആളുകളാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പൂർണ്ണമായി ഖുർആൻ വ്യാഖ്യാനിച്ചവരാകാൻ സാധ്യതയില്ല. അതുപോലെ ഖുർആനെ കുറിച്ചുള്ള പറയപ്പെട്ട എല്ലാ ഇൽമുകളിലും അഗ്രഗണ്യരാകണം എന്നൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷനിൽ വരുന്നത്. മുഫസ്സിർ മുഫസ്സിറത്ത് എന്ന് ആരെക്കുറിച്ച് പറയപ്പെടുന്നു, ആരെക്കുറിച്ചാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾ സമൂഹത്തിൽ ഇനിയും നടക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവിൽ നമ്മൾ കരുതുന്ന ഒരു സാധനം, മുസ്ലിം സമൂഹമാകട്ടെ തഫ്സീർ മേഖലയിൽ പഠിക്കുന്ന ആളുകളാകട്ടെ പലരും കരുതുന്ന ഒരു സാധനം, സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ഖുർആൻ വിജ്ഞാന മേഖലയിൽ, ഖുർആൻ വ്യാഖ്യാന മേഖലയിലൊന്നും കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനൊരു ധാരണ പൊതുവിൽ നമുക്ക് ഉണ്ടാകാൻ ഒരു കാരണം, പൊതുവിൽ നമ്മുടെ ഇടങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന തഫ്സീറുകൾ സമൂഹം ഏറെ പ്രശസ്തി നേടിയിട്ടുള്ള, സമൂഹത്തിനകത്ത് പ്രശസ്തി നേടിയിട്ടുള്ള തഫ്സീറുകളൊക്കെ എന്ന് പറയുന്നത് പുരുഷന്മാർ രചിച്ച തഫ്സീറുകൾ ആയതുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ മുഫസ്സിറത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുഫസ്സിറത്ത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും പറയുന്നത്. മുഫസ്സിറത്തായിരുന്നു, നല്ല ഫിഖ്ഹിൽ അഗ്രഗണ്യായിരുന്നു, എല്ലാ മേഖലയിലും ഒരുപാട് വിജ്ഞാന മേഖലയിലൊക്കെയും വലിയ കഴിവ് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു ആയിഷ ബീവി. എങ്കിലും ഖുർആൻ പഠന മേഖലയിൽ അവർക്ക് വലിയ സ്വാധീനം ഉള്ളതായിട്ട് ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല സൂറത്തുൽ ബഖറ, സൂറത്തുൽ നിസ ഇതിൻ്റെയൊക്കെ അവതരണ ഘട്ടത്തിൽ, അതിൻ്റെ അവതരണ സന്ദർഭത്തിൽ നബിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി തന്നെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഈ രണ്ട് സൂറത്തുകളും, സൂറത്തുൽ ബഖറയാകട്ടെ സൂറത്തുൽ നിസ ആകട്ടെ, സമൂഹത്തെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച് വലിയ അർത്ഥത്തിൽ സമൂഹത്തോട് സംവദിക്കുന്ന സൂറത്തുകളാണ്. അപ്പൊ അതിൻ്റെ സബബുൻ നുസൂല്, അതിൻ്റെ അവതരണ കാരണങ്ങൾ, അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ, ഇതിലൊക്കെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ സ്വാധീനം, അതിൻ്റെ വ്യാഖ്യാന മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. മാത്രമല്ല ഒരുപാട് വർഷം ജീവിച്ച സ്വഹാബി വനിതയായതുകൊണ്ട് തന്നെ 4 ഖലീഫമാരും അവരുടെ കാലഘട്ടത്തിൽ പല വിഷയങ്ങൾക്കും തർക്കപരിഹാരങ്ങൾക്കും മസ്അലകളുടെ അവർക്ക് ആവശ്യമായ ക്ലാരിഫിക്കേഷന് വേണ്ടിയൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തഫ്സീറിനെ കുറിച്ച് 2 പഠനങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഒന്ന് ഡോക്ടർ അബ്ദുള്ള അബു സഊദ് ബദർ എന്ന് പറയുന്ന ഒരു സ്കോളർ, ഡോക്ടർ അബ്ദുള്ള അബു സഊദ് ബദർ, അദ്ദേഹത്തിന്റെ PhD ഗവേഷണം തന്നെ ആയിഷ ബീവിയുടെ തഫ്സീറിനെ കുറിച്ചാണ്. തഫ്സീർ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി പറഞ്ഞിട്ടുള്ള ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ്. അവരെഴുതിയ അദ്ദേഹത്തിന്റെ PhD തീസീസ് തഫ്സീർ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തീസീസിന്റെ ടൈറ്റിൽ അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് തഫ്സീർ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഏകദേശം 300-ലധികം പേജുകളുടെ ഒരു തഫ്സീറായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. മറ്റൊന്നുള്ള ഡോക്ടർ സൂദ് ബിൻ അബ്ദില്ല അൽ ഹുനൈസാൻ, ഡോക്ടർ സൂദ് ബിൻ അബ്ദില്ല ഹുനൈസാൻ എന്ന് പറയുന്ന ഒരു സ്കോളറും, അദ്ദേഹത്തിന്റെ ഒരു തിസീസും അങ്ങനെ തന്നെയാണ്. മർവിയാത്ത് ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ ഫി തഫ്സീർ, മർവിയാത്ത് ആയിഷ ബീവി റിവായത്ത് ചെയ്തിട്ടുള്ള ആയത്തുകളുടെ വ്യാഖ്യാനങ്ങൾ, മർവിയാത്ത് ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ ഫി തഫ്സീർ എന്ന് പറയുന്ന 500-ലധികം പേരുള്ള ഒരു ഗവേഷണ പുസ്തകമാണ്. ഈ 2 ആയിഷ ബീവിയുടെ തഫ്സീറുകളായിട്ടാണ് സമൂഹത്തിൽ ഇന്നും വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുഗൾ രാജാവായിരുന്ന ഔറംഗസീബിന്റെ മകൾ സൈബുന്നിസ ബീഗം, അവരൊരു തഫ്സീർ എഴുതിയിട്ടുണ്ട് എന്ന് സമൂഹത്തിൽ ആകമാനം ഒരു
സമൂഹം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു തഫ്സീർ എഴുതിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ തഫ്സീർ എഴുതിയിട്ടുണ്ടോ, അവർ തന്നെ എഴുതിയതാണോ എന്നതിനെ കുറിച്ചൊക്കെ വലിയ തർക്കങ്ങളും ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. സൈബുൻ നിസാ ബീഗം എഴുതിയ തഫ്സീറിനെ കുറിച്ച് പ്രധാനമായിട്ടും അതൊരു പ്രശ്നം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനായിരുന്ന സൊഫിയുദ്ദീൻ ഇർദബീലി അൽ കശ്മീരി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞത് ഞാനാണ് തഫ്സീർ എഴുതിയത് എന്നുള്ളതാണ്. സൈബുൻ നിസാ ബീഗം എഴുതി എന്ന് പറയപ്പെടുന്ന തഫ്സീർ എഴുതിയത് ഞാനാണ്, പക്ഷെ എനിക്കത് എഴുതാൻ നിർദ്ദേശം തന്നത് സൈബുൻ നിസാ ബീഗമാണ്. ശരിക്കതൊരു തഫ്സീറും അല്ല എന്നും അദ്ദേഹം പറയാണ്. തഫ്സീറുൽ ജലാലൈനിയുടെ ഒരു നമ്മുടെ ഒരു ഭാഷയിലേക്കുള്ള അതിൻ്റെ ഒരു വിവർത്തനം മാത്രമാണെന്ന് നടത്തിയത്, അതിനൊരു തഫ്സീറായിട്ടൊന്നും പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നും പറയപ്പെടുന്നുണ്ട്. രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. സൈബുൻ നിസാ ബീഗം തന്നെ എഴുതിയതാണ്, അല്ല അവരുടെ നിർദ്ദേശപ്രകാരം വേറൊരു വ്യക്തി എഴുതിയതാണ് എന്നുള്ള വിമർശനങ്ങളുണ്ട്. സൈബുൻ നിസാ ബീഗം അറിയപ്പെട്ട ഒരു കവയിത്രിയാണ്. അതുപോലെ തന്നെ ഒരുപാട് കവിതകളൊക്കെ സമാഹാരങ്ങളൊക്കെ ഉള്ള വലിയ പണ്ഡിത കൂടിയാണ്. മറ്റൊന്നുള്ളത് നുസ്രത്ത് ബീഗം അമീൻ എന്ന് പറയുന്ന ഇറാനിൽ നിന്നുള്ളൊരു മുഫസ്സിറത്തുണ്ട്. നുസ്രത്ത് ബീഗം അമീൻ ഇറാനാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഷിയ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നൊരു മുഫസ്സിറത്താണ്. അവരുടെ തഫ്സീർ പേർഷ്യൻ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. വലിയ രീതിയിൽ ഇറാനിലൊക്കെ സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ലളിതമായ ഭാഷയിൽ എഴുതപ്പെടുകയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, സമൂഹത്തിൽ ഉണ്ടാകേണ്ട ധാർമ്മിക മൂല്യങ്ങൾ ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടതാണ് അവരുടെ തഫ്സീർ നുസ്രത്ത് ബീഗം അമീൻ എന്ന് പറയുന്നത്. മറ്റ് പലർക്കും പരിചിതമായൊരു പേരാണ് ആയിഷ അബ്ദുറഹ്മാൻ ബിന്തു ഷാത്തിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിഷ അബ്ദുറഹ്മാന്റെ തഫ്സീറും. അതാണ് മുഫസ്സിറുകളുടെ തഫ്സീറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു തഫ്സീർ എന്ന് പറയപ്പെടുന്നത്. പൂർണ്ണമായിട്ടും ഖുർആന്റെ തഫ്സീർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തഫ്സീറുൽ ബയാൻ ലിൽ ഖുർആനിൽ കരീം എന്ന പേരിലാണ് തഫ്സീർ. 2 വാള്യങ്ങളാണ് തഫ്സീറിനുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഖുർആനിന്റെ ക്രൊണോളജിക്കൽ ഓർഡറിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ട തഫ്സീറാണ്. 2 ഓർഡറാണ് ഖുർആനിലുള്ളത്. ഒന്ന് മുസ്ഹഫിലുള്ള ഓർഡർ, സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ അവസാനിക്കുന്ന ഒരു ഓർഡർ, അതാണ് മുസ്ഹഫിൽ ഓർഡർ. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം സൂറത്തുൽ അലഖിൽ 5 ആയത്താണ് ഇറങ്ങിയത്. പിന്നീട് ഘട്ടം ഘട്ടമായി 23 വർഷം കൊണ്ട് ഖുർആനിലെ പല ഭാഗങ്ങളും ഇറങ്ങി. ആ നുസൂലിന്, ഖുർആനിന്റെ നുസൂലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ടൊരു തഫ്സീർ കൂടിയാണ് ആയിഷ അബ്ദുറഹ്മാന്റെ തഫ്സീറുൽ ബയാൻ ലിൽ ഖുർആനിൽ കരീം എന്ന് പറയുന്ന തഫ്സീർ. മറ്റൊന്നുള്ളത് സൈനബ് മുഹമ്മദുൽ ഗസാലി, പലരും കേട്ടിട്ടുണ്ടാവും. സൈനബുൽ ഗസാലി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ പണ്ഡിതയാണ്. ആയിഷ അബ്ദുറഹ്മാന്റെ സമകാലികയായിട്ട് തന്നെ ജീവിച്ച ഒരു പണ്ഡിതയാണ് സൈനബ് മുഹമ്മദുൽ ഗസാലി. സാമൂഹികമായി വലിയ ഇടപെടലുകൾ നടത്തിയിരുന്ന ആളാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രത്യേകിച്ചും പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീകളുമായി ഇടപഴകുകയും പള്ളികളിൽ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ ഒരുക്കുകയും സമൂഹത്തിന്റെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഖുർആനിൽ പറയപ്പെട്ട സന്ദേശങ്ങളൊക്കെ കൈമാറി അങ്ങനെ ദഅവത്ത് നടത്തിയിരുന്ന ഒരു സഹോദരിയാണ് സൈനബ് മുഹമ്മദ് അൽ ഗസാലി എന്ന് പറയുന്ന ഈജിപ്തിലെ പണ്ഡിത. അവർ നടത്തിയിരുന്ന ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ഖുർആൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന് പകർന്നു കൊടുത്തിരുന്ന ക്ലാസ്സുകൾ, അതാണ് പിന്നീട് അവരുടെ ഒരു തഫ്സീറായിട്ട് മാറിയത്. നളറാത്ത് ഫി കിതാബില്ലാ എന്ന് പറയുന്നതാണ് അവരുടെ കിതാബിന്റെ പേര്. നളറാത്ത് ഫി കിതാബില്ലാ എന്ന് പറയുന്ന പേരിലാണ് ആ വ്യാഖ്യാന ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും. മറ്റൊന്നുള്ളത് നായില ഹാഷിം സബരി. നായില ഹാഷിം സബരി എന്ന് പറയുന്ന ഫലസ്തീനിൽ നിന്നൊരു മുഫസ്സിറത്താണ്. ഫലസ്തീനി ആയിട്ടുള്ള ആരാണ്. അവര് വലിയ പാണ്ഡിത്യമുള്ള ആളൊന്നും ആയിരുന്നില്ല, എന്നാൽ വിദ്യാഭ്യാസം നേടാൻ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറയുന്നത് വളരെ ചെറുപ്പകാലത്ത് തന്നെ, വളരെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അന്ന് വളരെ ചെറുപ്പകാലമാണ് എന്നൊക്കെ പറയും. അന്ന് നേരത്തെ വിവാഹിതരാകുന്നതായിരുന്നു ഒട്ടുമിക്ക സ്ത്രീകളും. അങ്ങനെ വിവാഹിതയായി പിന്നീട് തൻ്റെ പഠനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഭർത്താവിൻ്റെതായ ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ
സ്വന്തമായി ഭർത്താവിനോട് ആവശ്യപ്പെട്ട് വീട്ടിലൊരു ലൈബ്രറി സംവിധാനിച്ചു. അതിൽ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുകയും അതൊക്കെ വായിച്ച് പഠിച്ച് സ്വന്തമായിട്ട് തഫ്സീർ എഴുതിയ ഒരു വനിതയാണ് നാഹില ഹാഷിം സബരി എന്ന് പറയുന്ന ഫലസ്തീനിൽ നിന്നുള്ള ഈ മുഫസ്സിറത്ത്. അൽ മുബശ്ശിർ ലിനൂരിൽ ഖുർആൻ എന്ന പേരിലാണ് ആ തഫ്സീർ എഴുതിയിട്ടുള്ളത്. അൽ മുബശ്ശിർ ലിനൂരിൽ ഖുർആൻ എന്ന പേരിലാണ് നാഹില ഹാഷിം സബരിയുടെ തഫ്സീർ ഉള്ളത്. മറ്റൊന്നുള്ളത് ടർക്കിഷ് ഭാഷയിൽ എഴുതപ്പെട്ടൊരു തഫ്സീറാണ്. സെമ്ര കുരുൺ ചെഗ്മഗിൽ എന്ന് പറയുന്ന അവരുടെ പേര് ടർക്കിഷ് ഉള്ള പേരാണ്. സെമ്ര കുരുൺ ചെഗ്മഗിൽ എന്ന് പറയുന്ന ഒരു മുഫസ്സിറത്ത് ടർക്കിഷ് ഭാഷയിലാണ് തഫ്സീർ എഴുതിയിട്ടുള്ളത്. അപ്പം അവിടുത്തെ തുർക്കിയിലെ മുസ്ലിങ്ങളുടെ ഒരു സാമൂഹിക അവസ്ഥ, അവിടുത്തെ സ്ത്രീകളുടെ ജീവിതം, അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആ തഫ്സീർ എഴുതപ്പെട്ടിട്ടുള്ളത്. 2008 8 വാള്യത്തോടു കൂടെയാണ് ആ തഫ്സീർ പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്ന് കാണാൻ പറ്റും. മറ്റൊന്നുള്ളത് ഡോക്ടർ നജ്ല യസ്ദിമൻ, അതൊരു തുർക്കിഷ് ഭാഷയിൽ എഴുതപ്പെട്ട ടർക്കിഷ് സ്കോളറാണ്. ഡോക്ടർ നജ്ല യസ്ദിമൻ എന്ന് പറയുന്ന പണ്ഡിതൻ. അവര് നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ദൈവശാസ്ത്രത്തില്, തിയോളജിയില്, അതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസിലൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വലിയ പണ്ഡിതയായിരുന്നു. അപ്പൊ അവര് ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിക്കുകയും ഓസ്ട്രേലിയ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിവാഹം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതയാണ് ഡോക്ടർ നജ്ല യസ്ദിമൻ. അവര് എഴുതിയിട്ടുള്ള ഒരു തഫ്സീർ നമുക്ക് കാണാൻ പറ്റും. അവരുടെ പേരിലൊരു തഫ്സീർ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ആ തഫ്സീറിൽ തന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾ, സ്ത്രീകളുടെ വിവാഹം, അത്തരം വിഷയങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഖുർആന്റെ അകത്തുള്ള ഭാഷാപരമായ വൈവിധ്യങ്ങളും അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഏകദേശം 4 വാള്യങ്ങളോളം ഉള്ള തഫ്സീറാണ്. മൊത്തം 12 വാള്യങ്ങളുണ്ട്. ആദ്യഘട്ടങ്ങളിൽ 4 വാള്യം ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അത് 12 വാള്യങ്ങളിലായിട്ടാണ് ഇന്ന് ആ തഫ്സീർ കാണാൻ പറ്റുക. തഫ്സീർ തഹ്ലീലി എന്ന പേരിലാണ് ആ തഫ്സീർ രചിക്കപ്പെട്ടുള്ളത്. തഫ്സീർ തഹ്ലീലി എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊന്നുള്ളത് ഫൈഖിയ ഇബ്രാഹിം അശ്ശിർബീനി. ഫൈഖിയ ഇബ്രാഹിം അശ്ശിർബീനി എന്ന സഹോദരി മുഫസ്സിറത്ത്, അവരുടെ തഫ്സീറും കാണാൻ പറ്റും. ഈജിപ്തിലാണ് അവര് ജനിച്ചത്, ഈജിപ്തിലാണ് അവര് ജീവിക്കുകയും താമസിക്കുകയും ചെയ്തത്. തൈസീറു തഫ്സീർ എന്ന പേരിലാണ് ആ തഫ്സീർ എഴുതപ്പെട്ടത്. ആ തഫ്സീറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവര് ഈ റിയാലിറ്റി ഷോ അതിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നൊരു സാധനത്തിലല്ല. അന്നത്തെ ഈജിപ്തിലൊക്കെ എന്ന് പറഞ്ഞാൽ TV-യിൽ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ജനങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പുതിയ തലമുറയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഖുർആനിനകത്തുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ, മൂല്യങ്ങൾ, ഇതൊക്കെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ തൻ്റെ റിയാലിറ്റി ഷോയിലേക്ക് കൊണ്ടുവരികയും ഇത്തരം വിഷയങ്ങളോട് അവരോട് സംസാരിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആവശ്യപ്പെടുകയുള്ള അങ്ങനെ ഒരു ഷോ അവർ നടത്തിയിരുന്നു. അങ്ങനെ അവർക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാരുമായിട്ടുള്ള ഇടപഴകല്, ഈ റിയാലിറ്റി ഷോയിലൂടെ കിട്ടിയ ഒരുപാട് വിജ്ഞാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ ആവശ്യമായ രൂപത്തിലാണ് തഫ്സീറിന് അവർ തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് അതിന് തൈസീറു തഫ്സീർ എന്ന പേര് തന്നെ കൊടുത്തത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഫൈഖിയ ഇബ്രാഹിം അശ്ശിർബീനിയുടെ തഫ്സീർ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നുള്ളത് ഡോക്ടർ കാമില ബിൻറ്റ് മുഹമ്മദ് അൽ കുവാരി. ഡോക്ടർ കാമില ബിൻറ്റ് മുഹമ്മദ് അൽ കുവാരി ഖത്തറിലെ ദോഹയിലാണ് അവരുള്ളത്. ഖത്തറിലെ ദോഹയിൽ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പണ്ഡിതയാണ്. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക ശരിയയിൽ ബിരുദം നേടി ഈജിപ്തിൽ അൽ അസ്ഹറിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള ഒരു പണ്ഡിതയാണ്. ത്വലാഖ്, ഫുൽഹ്, ഈ വിഷയങ്ങളിലൊക്കെയാണ് അവരുടെ ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഖത്തറിൽ തന്നെ മിനിസ്ട്രി ഓഫ് ഫണ്ട്സ് ആൻഡ് ഇസ്ലാമിക് അഫേഴ്സ്, അവിടുത്തെ സക്കാത്ത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. അവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക ചെയ്യുന്ന ഒരു വനിതയാണ് ഡോക്ടർ കാമില ബിൻറ്റ് മുഹമ്മദ് അൽ കുവാരി. അപ്പൊ അവര് തന്റെ തഫ്സീറിൽ ഒരുപാട് വിഷയങ്ങൾ, ഖുർആനിന്റെ കാലികമായ വ്യാഖ്യാനത്തിന്റെ പ്രസക്തി, അതുപോലെ തന്നെ ഖുർആനിലെ ചില പദപ്രയോഗങ്ങൾ, ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹയിലെ അൽ ആലമീൻ എന്ന വാക്കിനൊക്കെ അവർ വലിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ വിശാലമായി ചർച്ച ചെയ്തതായിട്ടൊക്കെ ആ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഖത്തറിന്റെ ഔഖാഫിൽ ജോലി ചെയ്യുന്ന
സഹോദരി ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതയാണ്. അവരുടെ പേരിലൊരു തഫ്സീർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തഫ്സീർ ഗരീബിൽ ഖുർആൻ എന്ന പേരിലാണ് തഫ്സീർ എഴുതിയിട്ടുള്ളത്. ആ ഗരീബിൽ ഖുർആൻ എന്ന് പറയാൻ തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പദങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്താണ് തഫ്സീർ ചെയ്തിട്ടുള്ളത്. ഇപ്പം റബ്ബിൽ ആലമീൻ എന്തുകൊണ്ട് അങ്ങനെ അള്ളാഹു പ്രയോഗിച്ചു, അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഖുർആനിൽ ഗരീബാണെന്ന് അവർക്ക് തോന്നുന്ന ഒട്ടേറെ പദങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു തഫ്സീറാണ് കമീല ബിൻറ്റ് മുഹമ്മദ് അൽ കുവാരിയുടെ തഫ്സീർ. അതുപോലെ ഈജിപ്തിൽ നിന്നുള്ള വേറൊരു മുഫസ്സിറത്തുണ്ട്, കെരിമാൻ ഹംസ എന്ന് പറയുന്ന ഒരു മുഫസ്സിറത്ത്. തഫ്സീറുൽ ഖുർആൻ അൽ വാളിഹ് ലിശബാബ് എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. തഫ്സീറുൽ ഖുർആൻ അൽ വാളിഹ് ലിശബാബ്, യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം, യുവ സമൂഹത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ട ഒരു തഫ്സീറാണത്. അതുപോലെ ഹന്നാൻ ബിൻത്ത് മുഹമ്മദ് അൽ ലഹാം, സിറിയയിൽ നിന്നുള്ള ഒരു പണ്ഡിതയാണ്, മുഫസ്സിറത്താണ്, വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, മിയാദ ബിൻത്ത് കാമിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു മുഫസ്സിറത്താണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ലോകത്ത് മുഫസ്സിറത്തുകൾ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇഷ്ടം പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത, ഇതിൽ തന്നെ നമ്മൾ 10-14 പറഞ്ഞിട്ടുള്ളൂ. ഇതിലപ്പുറം ഇന്നത്തെ കാലത്ത് ഖുർആനെ കുറിച്ച്, ഖുർആനെ വിജ്ഞാനങ്ങളെ കുറിച്ചൊക്കെ വലിയ ഗൗരവത്തോടെ ഗവേഷണം ബാങ്കുണ്ടാവും. അങ്ങനെ വലിയ ഗൗരവത്തോടെ ഗവേഷണം നടത്തുന്ന ഒരുപാട് പണ്ഡിത വനിതകൾ ലോകത്തുണ്ട് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പേരുകൾ ടെസ്റ്റ് വായിച്ചു പോയത്. എന്നാൽ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ പുതിയ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഖുർആനെ കുറിച്ച് സ്ത്രീ പക്ഷത്ത് നിന്നുള്ള വായനകൾ തീരെ ഇല്ല, സ്ത്രീകളായിട്ടുള്ള മുഫസ്സിറുകൾ തീരെ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കതിന് കൗണ്ടർ ചെയ്യാവുന്നതാണ് ഇത്തരം പഠനങ്ങളൊക്കെ. മറ്റൊന്നുള്ളത്, സ്ത്രീപക്ഷ ഖുർആൻ വായന എന്ന് പറയുന്ന ഒരു സാധനം പുതിയ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഉസ്താദ് പറഞ്ഞതുപോലെ ഖുർആൻ അങ്ങനെ വായിക്കപ്പെടുന്ന സാധനമല്ല. പൊതു ജനത്തിന് വേണ്ടി, മുഴുവൻ ജനങ്ങളെയും അഡ്രസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ വായിക്കപ്പെടേണ്ടത് ജനറലായിട്ട് തന്നെയാണ്. ഖുർആനിൽ സ്ത്രീകളെ തീരെ പരിഗണിക്കുന്നില്ല എങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഖുർആനിലൊരു സ്ത്രീപക്ഷ വായന ആവശ്യമാണെന്ന് പറയാം. പക്ഷെ ഖുർആനിൽ സ്ത്രീകളെ പരിഗണിച്ച് എത്ര സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു സൂറത്തിന്റെ പേര് തന്നെ അന്നിസാ എന്നാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ വിവാഹ ജീവിതം, അവരുടെ കുടുംബ ജീവിതം, മക്കളെ കുറിച്ച്, ഇങ്ങനെ ഇതിന്റെ എല്ലാതരം വിഷയങ്ങളെ കുറിച്ചും സംസാരിച്ച ഒരു ഗ്രന്ഥത്തിന് ഇനിയൊരു സ്ത്രീപക്ഷ വായന വേണം എന്ന് പറയുന്നതിൽ വലിയൊരു അർത്ഥമില്ല. മാത്രമല്ല, ഈ ഫെമിനിസ്റ്റുകളായ ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് തന്നെ ഖുർആനിന് പ്രശ്നമൊന്നുമില്ല. ഖുർആൻ ശരിയാണ്, ഖുർആൻ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷെ പ്രശ്നമുള്ളത് മുഫസ്സിരീങ്ങൾക്കാണ്. ഖുർആൻ വ്യാഖ്യാനിച്ച ആദ്യകാല പണ്ഡിതർക്കാണ് പ്രശ്നം. അവര് സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കാതെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു. അതുകൊണ്ട് ഖുർആന്റെ തഫ്സീറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ പറയാണ്. ശരിക്കും അത് അങ്ങനെ ഒരു പ്രശ്നമല്ല. ഖുർആൻ തന്നെ എന്താണ്, ഒരു യൂണിവേഴ്സാലിറ്റി ഉള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഏത് കാലത്തേക്കും ഖുർആനെ നമുക്ക് കൊണ്ടുപോയി വെച്ചാൽ ആ കാലത്തെ സമൂഹത്തിന് ഖുർആൻ വായിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എത്തിക്സ് എന്ന് പറയുന്ന സാധനം ഇന്ന് വലിയ ചർച്ച നടക്കുന്ന സാധനമാണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അത് നമുക്ക് ഖുർആനിൽ വായിക്കാൻ പറ്റും. ഖുർആനിൽ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ, പൊതുധാരയിൽ നിങ്ങൾ ഇടപെടേണ്ടത് എന്ന് പറയുന്ന ആയത്തുകൾ വായിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഏത് കാലത്തേക്കും ആപ്റ്റായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷെ ആ ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് അത്തരം യൂണിവേഴ്സൽ ആസ്പെക്റ്റിലുള്ള ആളുകളല്ല. നമുക്കൊക്കെ ഒരു പരിമിതമായ ബുദ്ധിയുണ്ട്, പരിമിതമായ കാലമുണ്ട്. നമ്മുടെ സമൂഹത്തിനകത്തുള്ള നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഓരോ മുഫസ്സിറും തഫ്സീർ ചെയ്തത്. ഞാനിന്ന് തഫ്സീർ ചെയ്താണെങ്കിൽ ഇന്ന് സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂകളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ആ തഫ്സീറിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തും. അപ്പൊ ആദ്യകാലത്ത് തഫ്സീർ ചെയ്തിരുന്ന ആളുകൾ അന്നത്തെ സോഷ്യൽ ഇഷ്യൂസിന് ഫോക്കസ് കൊടുത്തുകൊണ്ടും അത്തരം കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും തഫ്സീർ ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെതായ
പ്രശ്നങ്ങൾ ഓരോ തഫ്സീറിനും ഉണ്ടാകും. അതല്ലാതെ സ്ത്രീകളെ മോശമാക്കി കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും മുഫസ്സിർ ശ്രമിച്ചു എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു വാലിഡായ ആർഗ്യുമെന്റ് ആയിട്ട് നമുക്കൊരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല എന്നൂടെ പറയാൻ വിഷയം. അപ്പൊ ഏതായാലും കുറെ തഫ്സീർ മേഖലയിൽ സേവനങ്ങൾ ചെയ്ത മുഫസ്സിറാത്തുകളെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഈ മുഫസ്സിറാത്തുകളൊക്കെ ഏകദേശം അടുത്ത നൂറ്റാണ്ടുകളിലായി വന്ന ആളുകളാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഇങ്ങനെയുള്ള രചനകൾ വന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു നാം സൂചിപ്പിച്ചിരുന്നത്. ആദ്യകാലത്ത് രചനകൾ വരാത്തത് ഒരിക്കലും മുഫസ്സിറാത്തുകളോ അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആശയം അറിയുന്ന വനിതകളോ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ അത് ക്രോഡീകരിച്ച് വെക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും അവരിൽ നിന്ന് അറിവുകൾ കേട്ടുകൊണ്ട്, ഇപ്പം ഇവിടെ പറഞ്ഞു ആയിഷ ബീവിയുടെ മർവിയാത്ത്, അത് മാത്രം ഗവേഷണം നടത്തിക്കൊണ്ട് അതിന് തിസീസ് PhD തിസീസ് ഒക്കെ ചെയ്ത ആളുകളെ പറ്റി ഇവിടെ പറയുകയുണ്ട്. അപ്പൊ ആയിഷ ബീവി നിരന്തരം മഹദിക്ക് അറിയുന്ന തഫ്സീറും വ്യാഖ്യാനങ്ങളും ശിഷ്യന്മാർക്കും ശേഷം വരുന്ന ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ പറഞ്ഞു കൊടുത്തത് ശിഷ്യന്മാരിലൂടെ അത് ക്രോഡീകരിക്കപ്പെട്ടു എന്നതാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് പല പഴയകാല തഫ്സീറുകളും പരിശോധിച്ചുകൊണ്ട് ഇതേപോലെയുള്ള സഹാബിയാത്തിന്റെ അതേപോലെ താബിഈയാത്തിന്റെ ഒക്കെ ഖൗലുകൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചാൽ ഒരുപാട് മുഫസ്സിറാത്തുകൾ നമുക്ക് ഇന്നത്തെ നിലവിലുള്ള തഫ്സീറുകളുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള പല ശ്രമങ്ങളും പിൽക്കാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തഫ്സീർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതിയിട്ടില്ല, പക്ഷേ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട തഫ്സീറുകൾ പിൽക്കാലത്തുള്ള തഫ്സീറുകളിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ പിൽക്കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം വേണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നടത്തിയാൽ സ്ത്രീകൾ തഫ്സീറിന്റെ ലോകത്ത് എത്രമാത്രം സാന്നിധ്യം അറിയിച്ചിരുന്നു എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുവെ ഹദീസിൽ മുഹദ്ദിസാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിനെ അപേക്ഷിച്ച് തഫ്സീറിന്റെ ലോകത്ത് ചിലപ്പോൾ കുറവായിരിക്കാം. എന്നാലും ഖുർആൻ അറിഞ്ഞിരുന്ന, അത് പഠിച്ചിരുന്ന, അത് ഹിഫ്ള് ചെയ്തിരുന്ന ധാരാളം ആളുകൾ പഴയ കാലങ്ങളിലേ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സാമൂഹിക അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് അവരെ രചനാ ലോകത്തെ കൂടെ പ്രവേശിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ധാരാളം സ്ത്രീകളായ മുഫസ്സിറാത്തുകളെ പറ്റി പരാമർശിക്കുകയുണ്ടായി. ഈ നായില സുബിരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായിരുന്ന ഡോക്ടർ ഇക്രിമ സഈദ് സുബിരി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നായില സുബിരി എന്ന് പറയുന്നത്. ഇക്രിമ സുബിരിയും അതേപോലെ ഈ നായില സുബിരിയും ദാറുൽ ഹുദയിൽ ഒരിക്കലും വന്നിരുന്നു, അവര് ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇക്രിമ സുബിരി ഇതേപോലെ ധാരാളം കിതാബുകൾ എഴുതിയ ആളാണ്. ഭർത്താവ് ധാരാളം കിതാബുകൾ എഴുതുന്നു. അപ്പം ഭർത്താവിന്റെ ആ ഒരു ജീവിതം ഭാര്യക്കും അത് പ്രചോദനമാകുന്നു. അങ്ങനെ അവരും കിതാബുകളിലൂടെ മുന്നോട്ട് പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊരു പരമ്പരാഗതമായ രീതി ഇങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ സാധാരണ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ പറഞ്ഞ കാലത്തുള്ള ആലിമീങ്ങൾ അവരുടെ മക്കളെയും അവരുടെ ഭാര്യമാരെയും ഒക്കെ കിതാബുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ മഖ്ദൂമുമാരിൽപ്പെട്ട നമ്മുടെയൊക്കെ ഗുരുപരമ്പരയിൽ വരുന്ന വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്, ബഹുമാനപ്പെട്ടവര്. നമ്മുടെയൊക്കെ ഗുരുപരമ്പരയിൽ ചാലിനകത്തിന്റെ ഉസ്താദായിട്ട് വരുന്ന ആളാണ് തട്ടാങ്കര. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ, ആ മകളുടെ വിവാഹ സമയത്ത് ആ മകള് വെച്ചിരുന്ന ഒരു നിബന്ധനയായിരുന്നു, ഞാൻ എല്ലാ ആഴ്ചയും എൻ്റെ നാട്ടിൽ നടത്തുന്ന ഫത്ഹുൽ മീൻ ക്ലാസ് അത് ഒരിക്കലും മുടങ്ങി പോകാത്ത രൂപത്തിലുള്ള ഒരു ഭർത്താവിനെ എനിക്ക് ലഭിക്കണം. അങ്ങനെയാണ് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന പാനായിക്കുളം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്താണ്. അദ്ദേഹം ഇങ്ങ് പൊന്നാനി ഭാഗത്ത് വന്ന് താമസിക്കുകയും മഹദിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അപ്പോ സ്ത്രീകൾ അറിവ് പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീകളോടുള്ള വിരോധമോ അറിവിനോടുള്ള വിരോധമോ അല്ല, മറിച്ച് അറിവ് പഠിക്കുക എന്നത് ഒരിക്കലും ഇസ്ലാമിക വീക്ഷണകോണിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫിത്നയിലേക്കോ പ്രശ്നത്തിലേക്കോ ചെന്നെത്തുന്ന രീതിയിലുള്ള അറിവ് പഠനമായിരിക്കാമെന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിനപ്പുറം സ്ത്രീകൾക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും അറിവ് നേടുവാനും അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഇവിടെ പറഞ്ഞ കുറേ മുഫസ്സിറാത്തുകൾ അവരുടെ നാട്ടിൽ നടത്തിയ ക്ലാസ്സുകൾ, കുട്ടികൾക്കായിട്ടും അതേപോലെ വനിതകൾക്കായിട്ടും നാട്ടിലുള്ള ജനങ്ങൾക്കായിട്ടും നടത്തിയ ക്ലാസ്സുകളൊക്കെയാണ് പിന്നീട് തഫ്സീറായി ക്രോഡീകരിക്കപ്പെടുന്നത്. അതേപോലെയുള്ള ക്ലാസ്സുകൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിന് പറഞ്ഞ ഇതുപോലെയുള്ള സ്ത്രീകളൊക്കെ അവരുടെ നാട്ടിൽ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പരമ്പരാഗതമായി പഴയകാലത്തെ ഉമ്മമാരോടും ഉപ്പമാരോടും ഒക്കെ ചോദിച്ചാൽ അറിവുള്ള ഒരുപാട് വനിതകൾ ആ നാട്ടിലുണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെയും കുറച്ചൊക്കെ ആ രൂപത്തിലുള്ള അറിവ് കുറഞ്ഞത്, അന്ന് ഇന്നത്തെ പോലെയുള്ള വ്യവസ്ഥാപിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കിതാബുകളും മസ്അലകളും ഒക്കെ അറിയുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരം അറിവുകളൊക്കെ ക്രോഡീകരിച്ചു വെക്കുന്ന ഒരു രീതി കൂടെ ഇപ്പോൾ ഈജിപ്തിലും മറ്റുമൊക്കെയുള്ള മുഫസ്സിറാത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. അവർ തന്നെ ഖുർആനിനെ ഒരു റിജാലി നിസായി എന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെ വായിക്കുന്നതിന് പകരം ഖുർആൻ എന്താണ് പറഞ്ഞത്, നമ്മളൊരിക്കലും സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന് വാദിച്ചതുകൊണ്ട് കാര്യമില്ല. സ്ത്രീ വേറെയായിട്ടും പുരുഷൻ വേറെയായിട്ടും തന്നെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടുപേരെ രണ്ടായി സൃഷ്ടിക്കുമ്പോൾ അവരെ രണ്ടായി കാണുക എന്നതാണ് നീതി, അല്ലാതെ രണ്ടിനെ ഒന്നായി കാണുക എന്നത് അനീതിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടാകും, പുരുഷന്മാർക്ക് അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടാകും. അത് ഖുർആൻ പറഞ്ഞിട്ടുമുണ്ട്. ആ പറഞ്ഞത് നമ്മുടെ തഫ്സീറുകളിലും കാണാൻ പറ്റും. അപ്പോൾ പലരും ഈ ഫെമിനിസ്റ്റ് മുഫസ്സിറാത്തുകളിൽ നിന്ന് തഫ്സീർ എഴുതിയ പണ്ഡിതകൾ ചിന്തകന്മാരിൽ നിന്നൊക്കെ വന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ, പിന്നെ പുരുഷന്മാർ തഫ്സീർ എഴുതിയപ്പോൾ സ്ത്രീകൾക്കെതിരായി പോയി എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമ്മൾ ഏത് തഫ്സീർ, പരമ്പരാഗതമായി നാം പറയുന്ന തഫ്സീറുകൾ ഏതെടുത്ത് നോക്കിയാലും അവർക്ക് ആ തഫ്സീറുകളൊക്കെ ലഭിച്ചത് കുറേ റിവായത്തുകളിലൂടെയാണ്. ഇപ്പൊ തൊബരി ഇമാമിന്റെ തഫ്സീർ എടുത്താൽ തൊബരി ഇമാം സ്വന്തമായ ഒരു അഭിപ്രായം പറയുന്നതല്ല, മറിച്ച് ഒരു വാക്കിനൊരു അർത്ഥം പറഞ്ഞാൽ ഈ അർത്ഥം എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് കൃത്യമായി നബിതങ്ങളിലേക്ക് സനദെത്തുന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോ മഅ്സൂറായ തഫ്സീറുകൾ എന്ന് പറയും. അങ്ങനെ നബിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വ്യാഖ്യാനങ്ങളാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ പ്രത്യക്ഷത്തിൽ അത് സ്ത്രീകൾക്ക് വിരുദ്ധമാണ് എന്ന് ചില ആളുകൾക്ക് തോന്നിയേക്കാം. അത് ഖുർആൻ അതല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെ സ്ത്രീകളെ സമീപിക്കുന്നു, എങ്ങനെ പുരുഷന്മാരെ സമീപിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്ത്രീ വിരുദ്ധതയോ അതല്ലെങ്കിൽ പുരുഷ വിരുദ്ധതയോ ഖുർആനിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ എഴുതിയ മുഫസ്സിറാത്തുകൾ ഇവിടെ ഹനാമിനെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. അവരുടെ തഅമ്മുലാത്ത് ഫി മൻസിലത്തിൽ മർഅത്തി ഫിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൽ പിന്നെ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ, അതായത് സ്ത്രീകളെ പലരും ഇങ്ങനെ സ്ത്രീകൾക്ക് എതിരാണ് ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ എതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളെയും പ്രലോഭിപ്പിക്കുമ്പോൾ പോലും ഖുർആനിനെ നാം എങ്ങനെ നോക്കിക്കാണണം, ഖുർആനിലെ ഓരോ ആയത്തുകളിലും സ്ത്രീകളെ പറ്റി പറയുന്ന ആയത്തുകളെ എങ്ങനെയാണ് പഴയകാല മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത്, അതെങ്ങനെയാണ് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് ഒരിക്കലും സ്ത്രീകൾക്ക് വിരുദ്ധമാകുന്നില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ അവരുടെ ഈ തഅമ്മുലാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിലെ ബഹുഭാര്യത്വമാണെങ്കിലും തഅദ്ദുദു സൗജാത്താണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുണ്ടാകുന്ന നുശൂസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ഓരോ വിഷയത്തിലും ഖുർആൻ എടുത്ത സമീപനം, എന്തുകൊണ്ട് ഖുർആൻ അങ്ങനെ എടുത്തു എന്ന് സ്ത്രീകൾ തന്നെ അതിന് ജസ്റ്റിഫിക്കേഷൻ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഫെമിനിസ്റ്റുകളുടെ ആരോപണങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു പോലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതായത് എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോ സദാദ്യം പറഞ്ഞു, എന്തുകൊണ്ട് അപേക്ഷികമായിട്ട് നമുക്ക് നോക്കുമ്പോൾ പുരുഷന്മാരിൽ നിന്നുള്ള അത്ര തഫ്സീറുകൾ ഒരിക്കലും സ്ത്രീകളിൽ നിന്ന് ഒന്നില്ല. അപ്പൊ അതിന്റെ പ്രധാനമായ കാരണം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന സാംസ്കാരിക കാരണങ്ങളായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീക്ക് എന്നാലിന്ന ഉത്തരവാദിത്വം, പുരുഷൻ എന്നാലിന്ന ഉത്തരവാദിത്വം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്വം അനുസരിച്ച് നോക്കുമ്പോൾ സ്ത്രീക്ക് അത്രത്തോളം തഫ്സീറുകൾ രചിക്കാൻ സാധിക്കണമെന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പോ പുരുഷന് ഒരു ജോലി ഉത്തരവാദിത്വം നൽകുമ്പോൾ ആ ജോലി പുരുഷന് ചെയ്യേണ്ടി വരും, കാരണം സാമ്പത്തികമായ ഉത്തരവാദിത്വം ചെയ്യണം.
അതുപോലെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് സ്ത്രീക്കും തന്റെ വീട് മറ്റു കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്തരത്തിൽ രചനയിൽ പിന്നോട്ട് പോയി എന്നുള്ളതിനെ നോക്കുമ്പോൾ ഇസ്ലാം തന്നെ ഇപ്പോൾ ഒരു വിമർശകന്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്. അതായത് ഇസ്ലാം തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലേ എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾ നാക്കിസാദ് വക്കലി മദീനാണെന്നും അതുപോലെ സ്ത്രീകൾക്ക് സാക്ഷി നിൽക്കാനുള്ള അവകാശമില്ലെന്നും അല്ല, സ്ത്രീകൾക്ക് സാക്ഷി നിൽക്കുന്നതിൽ അപൂർണതയുണ്ടെന്നും 2 സ്ത്രീകൾ ഉണ്ടായാലും ഒരു പുരുഷന്റെ സ്ഥാനത്ത് എത്തുകയുള്ളൂ എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ ഉണ്ടാകുകയും എന്നാൽ പിന്നീട് ആധുനിക കാലത്ത് എത്തിയപ്പോൾ ആ സ്റ്റീരിയോ ടൈപ്പിനൊക്കെ മാറി അതിനെ ചിന്തിക്കുന്ന ആധുനിക ചിന്തകൾ വന്നു, ഫെമിനിസം ചിന്തകൾ വന്നു. ആ ചിന്തകളിൽ നിന്നുള്ള ഒരു തലോടൽ ഈ മുസ്ലിം സ്ത്രീകളിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന മാറ്റമല്ലേ യഥാർത്ഥത്തിൽ അവര് പിന്നീട് പുതിയ തഫ്സീറുകൾ എഴുതിക്കാൻ തുടങ്ങിയത് എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ സ്ത്രീപക്ഷ വായന പാടില്ല അല്ലെങ്കിൽ ഒരു ഉചിതമല്ല എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ പറയുന്ന ഒരു പഠനം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ഖുർആനിൽ പരിസ്ഥിതിയോടനുബന്ധിച്ചൊരു വായന നമുക്ക് അങ്ങനെ പഠനം നടത്താം. ഇപ്പൊ സ്ത്രീകളെ പ്രാധാന്യമായി പറയുന്ന ആഴ്ചകൾ വെച്ചിട്ട് നമുക്കൊരു പഠനം നടത്തുന്നതിൽ പല പ്രശ്നങ്ങളുണ്ടോ എന്നാണ്. സ്ത്രീകള് പൊതുവെ തഫ്സീർ ലോകത്ത് എന്തുകൊണ്ട് കുറഞ്ഞു പോയി എന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് സ്ത്രീകളുടെ ഉത്തരവാദിത്വവും പുരുഷന്മാരുടെ ഉത്തരവാദിത്വവും നമ്മൾ പഴയകാലവും ഇന്നത്തെ കാലവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ധാരാളം പ്രസവിക്കുക എന്നതായിരുന്നു അവരുടെ ഒരു ഉത്തരവാദിത്വം. അതൊരു പിന്നെ ആരോപണമായി മാറുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഹഖീഖത്ത്, ഒരു വാർത്ത അങ്ങനെയായിരുന്നു. ഒരു വീട്ടിൽ 10 മക്കളുണ്ടാവും, 12 മക്കളുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സാമൂഹിക അന്തരീക്ഷങ്ങൾ, അതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ആ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് പിന്നെ രചനകൾക്കോ മറ്റോ കൂടുതൽ സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല. അതിനർത്ഥം അവർക്ക് തഫ്സീർ അറിയില്ല എന്നോ അവർ എഴുതുന്നില്ല എന്നോ അല്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് പല മേഖലകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പിന്നെ ഔദ്യോഗികമായ വിദ്യാഭ്യാസങ്ങളിലേക്ക് സ്ത്രീകൾ പോകുന്ന രീതി ഇല്ലാതിരുന്നതും എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നതൊക്കെ. അതിൽ ആധുനികത കടന്നു വന്നപ്പോൾ പിന്നെ അത് സ്ത്രീകൾക്ക് ഉപകാരമായില്ലേ എന്ന് ചോദിക്കുന്നത് നമുക്ക് ആധുനിക കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു ശരിയായി തോന്നാമെങ്കിലും കുറേ മൂല്യങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ആധുനികതയുടെ വരവോടുകൂടെ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബഹുഭാര്യത്വം എന്നത് ഇന്ന് അതൊരു മോശപ്പെട്ട സംഗതിയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് കാരണം വിവാഹം കഴിക്കുക എന്നത് തന്നെ ഒരു മോശം ആണ് എന്ന ഒരു സിദ്ധാന്തത്തിൽ നിന്നാണ്. ഒന്നൊക്കെ കഴിച്ചാൽ മതി, 2 കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മഹാമോശമാണ് എന്നൊരു സിദ്ധാന്തത്തിലേക്ക് എത്തുന്നത്. എന്നതുപോലെ ഒരു 2 പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ 3ാമത്തത് പ്രസവിക്കൽ മഹാമോശമാണ്. കാരണം പ്രസവം എന്ന് പറയുന്നത് ഒരു മോശം സംഭവമായിട്ട് ഇന്നത്തെ ആധുനിക ചിന്താഗതി നമ്മുടെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പിന്നെ കുറേ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതൊരു മോശമായിട്ട് അനുഭവപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രസവിക്കുക, കുട്ടികളെ നോക്കുക, വളർത്തുക, ഹലാനത്ത്, റളാഴ്, അതേപോലെ വിരാദത്ത് എന്നൊക്കെ പറയുന്ന കുറേ പരിശുദ്ധമായ ഘടകങ്ങളുണ്ട്, പരിശുദ്ധമായ കാര്യങ്ങൾ. അതിനെയൊക്കെ പരിശുദ്ധമല്ലാത്തതായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ പിൽക്കാലത്ത് നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലും സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്നുള്ള ഇവിടെ പറയുകയുണ്ടായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി തങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ പ്രായോഗിക മനുഷ്യനായിരുന്നു, റജുലുൻ വാഖിഇയ്യുൻ എന്ന് പറയാം. അപ്പം നബിതങ്ങൾ ഒരിക്കലും ഭാവനകൾ വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഒട്ടോപ്യൻ ചിന്താഗതികൾ വെച്ചുകൊണ്ടോ അല്ല സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ളത്. സമൂഹം നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ മനസ്സ്. അവിടെ നാഖിസാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് തീരെ ബുദ്ധിയില്ലാത്ത എന്നൊരർത്ഥത്തിലല്ല ആ നാഖിസാത്ത് ആക്കൽ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അവരുടെ വിവേകം ഒരുപക്ഷെ പുരുഷന്മാരുടേതിനേക്കാളും കുറവാണ് എന്ന അർത്ഥത്തിലാണ്. അത് പിന്നെ നമുക്കും ചിലപ്പോഴൊക്കെ അത് ബോധ്യപ്പെടാറുണ്ട്. നമ്മൾ വൈവാഹിക ജീവിതത്തിലൊക്കെ പ്രവേശിച്ചാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവര് പിന്നെ ചിലപ്പോൾ പുരുഷൻ കുറച്ച് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അത്ര കൂടുതൽ തന്നെ ചിന്തിക്കാനുള്ള ഒരു മാനസിക സ്ഥിതിയിലല്ല സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത്. അത് നബിതങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 10-11 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ നിന്ന്
ആ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നബിതങ്ങൾക്ക് കൃത്യമായി അവരുടെ ഒരു സൈക്കോളജി, അവരുടെ ഒരു മാനസികാവസ്ഥ തിരിച്ചറിയാൻ സാധിച്ചു. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പിന്നെ സ്ത്രീകളെ അങ്ങനെ കണക്കാക്കാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന, തിയറി പറയുന്ന ആളുകൾ പോലും അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഈ തിയറിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് വെറും ഒരു തിയറി ആയിരുന്നില്ല, ഒരു പ്രാക്ടിക്കൽ മതമായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ പിന്നെ ചില യാഥാർത്ഥ്യങ്ങൾ, അത് ചിലത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും, ചിലത് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലാണ് പിന്നെ തഫ്സീറിൻ്റെ മേഖലയിലൊക്കെ രചനകളും മറ്റുമൊക്കെ കുറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് അവർ രചിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ തഫ്സീർ പറയാൻ പാടില്ല എന്നോ ഒന്നും അതിന് അർത്ഥമില്ല. ഇനി പിന്നൊന്ന് ചോദിച്ചത് സ്ത്രീപക്ഷ വായനയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഖുർആനെ പൂർണ്ണമായിട്ടും സ്ത്രീപക്ഷത്ത് നിന്ന് വായിക്കുക എന്ന് പറയുന്നത് അതൊരർത്ഥത്തിലും ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്, അത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് തഫ്സീർ മൗദൂഇ എന്ന് പറയുന്നത്. ഖുർആനിനകത്തുള്ള വിഷയങ്ങൾ അതുപോലെ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഖുർആനിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്, ഖുർആനികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആനെ വായിക്കുക. നേരത്തെ സംശയം ചോദിച്ച പോലെ പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസിസിൽ ഒന്നാണ് എൻവയോൺമെന്റൽ ചേഞ്ചസുകൾ, പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റങ്ങൾ. വലിയ ചൂട് വർദ്ധിക്കുന്നു, അതുപോലെ നേരത്തെ നല്ല ചൂടുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും കൂടുതൽ മഴ ലഭിക്കുന്നു. ഇങ്ങനെയുള്ളൊരു പാരിസ്ഥിതികമായ ചേഞ്ച്, മാറ്റം സമൂഹത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഖുർആനിൽ പഠിക്കാം. അത് ഖുർആനിനെ പരിസ്ഥിതിപരമായി വായിക്കുക എന്നതല്ല അതിന് പറയാം. ഖുർആനിൽ നിന്ന് പരിസ്ഥിതിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ കാണുക എന്നുള്ളതാണ്. അത് സ്ത്രീയെക്കുറിച്ചും പഠിക്കാം. അൽ മർഅത്തു ഫിൽ ഖുർആൻ അല്ലെങ്കിൽ അന്നിസ ഫിൽ ഖുർആൻ എന്ന രൂപത്തിലൊക്കെ ഖുർആനിൽ സ്ത്രീയെ കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഗവേഷണം നടത്താവുന്നതാണ്. അതല്ലാതെ ഞാനൊരു പുരുഷനാണ് എന്നാൽ ഖുർആനെ പുരുഷപക്ഷത്തു നിന്ന് വായിക്കാം, ഞാനൊരു LGBTQ ഏതെങ്കിലും വിഭാഗം എന്നാൽ അങ്ങനെ വായിക്കാം, അങ്ങനെ പറയുന്നത് ഖുർആനിൻ്റെ അതിൻ്റെ റിയാലിറ്റിയോട് തന്നെ എതിരാണ്. ഖുർആൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഗ്രന്ഥം എന്ന് പറയുന്നത്, ആ ഖുർആനിക ഗ്രന്ഥം. അപ്പം അതിനോട് ആ ഒരു ജനറൽ ആസ്പെക്റ്റിൽ തന്നെയാണ് നമ്മൾ സമീപനം നടത്തേണ്ടത്. ഒരു നേരത്തെ ഉസ്താദ് പറഞ്ഞ വിഷയത്തിൽ ഒന്ന് ചേർക്കാനുള്ളത്, ആദ്യം കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ വിജ്ഞാനം നേടുക എന്ന് പറയുന്നതിന് വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ദീർഘമായ യാത്രകൾ പലപ്പോഴും നടത്തേണ്ടി വരും. ഈ ഹദീസ് ക്രോഡീകരണത്തിൽ തന്നെ പല മുഹദ്ദീസീങ്ങളും ഒക്കെ ദീർഘമായ യാത്രകൾ ചെയ്തുകൊണ്ടാണ് ഈ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ എടുത്തു നോക്കിയാൽ ഫിഖ്ഹിലാകട്ടെ, ഹദീസിലാകട്ടെ, തസവുഫിലാകട്ടെ, മറ്റു പല മേഖലകളിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അതിൻ്റെ പല ഗ്രന്ഥകാരന്മാരും ഒക്കെ എന്താണ് വലിയ ദീർഘമായ യാത്രകൾ 30-40 രാജ്യങ്ങളൊക്കെ താണ്ടിയിട്ട് യാത്ര ചെയ്തിട്ടാണ് ഈ കിതാബുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അത്ര കഷ്ടപ്പാടുകൾ നടത്തിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് ഈ തരത്തിൽ ഖലീഫാത്ത് നടത്താൻ കഴിയുമോ എന്നുള്ളത് അന്നത്തെ കാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിയൂല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അവർക്ക് അവരുടെ വൈവാഹിക ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തന്നെ നിന്നുകൊണ്ടോ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നുകൊണ്ടൊക്കെ തന്നെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. സിമ്പിളായി ചിന്തിച്ചാൽ മതി, സ്ത്രീകൾക്ക് മാസത്തിൽ മെൻസസ് ഉണ്ടാവും, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ തന്നെ അവർ നേരിടുന്ന വലിയ ക്രൈസിസാണ്. ഇപ്പം എൻ്റെ അനുഭവം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വൈഫ് എന്ന് പറയുന്നത് വഫിയാണ്, പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ പറഞ്ഞു ഞാൻ ജോലിക്കൊന്നും പോകില്ല എന്നാ പറഞ്ഞത്. എന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല, ജോലിക്കൊന്നും പോകില്ല, എനിക്കുള്ള കങ്ങളെ സമ്പാദിച്ചു തരണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും നമ്മൾ കാണുന്നത് പോലെ വലിയ ജോലി നേടി ഞങ്ങളെ കൊണ്ട് എല്ലാം കഴിയും, പുരുഷന്മാർ ചെയ്യുന്നതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഒന്നും അല്ല പൊതുവിൽ സ്ത്രീകൾക്കുള്ളത്. അത് ഈ ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കുന്ന കുറച്ച് ആർഗ്യുമെന്റ്സുകളും തോട്ടുകളും മാത്രമാണ്. നേരത്തെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ പറ്റും.